ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി എന്നെ തെരഞ്ഞെടുത്ത ബാലുശ്ശേരിയിലെ പ്രബുദ്ധമായ വോട്ടർമാർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച 2021-22 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്, പിന്തുണയ്ക്കുകയാണ്. ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച സർവതല സ്പർശിയായ കഴിഞ്ഞ ബജറ്റിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ ബജറ്റിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന സർക്കാരിന്റെ ജനകീയമായ അംഗീകാരമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഉജ്ജ്വലമായ വിജയം. സർവ്വതും തകർക്കപ്പെട്ട UDF ഭരണകാലത്തെ എന്നേക്കുമായി ആ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ടാണ് ഇവിടെ 2016 സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലൊരു സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ ഗവൺമെന്റിന്റെ മുൻകാലങ്ങളിൽ UDF കേരളം ഭരിച്ചപ്പോൾ എന്തായിരുന്നു കേരളത്തിലെ സ്ഥിതി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം, സഖാവ് പിണറായി വിജയന്റെ ഭരണകാലം, ഈ രണ്ട് കാലവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സർവ്വതും തകർന്നുപോയ കാലമായിരുന്നു UDFന്റെ ഭരണകാലം. നമ്മൾ നോക്കൂ, നമ്മുടെ ഈ നാടിനകത്ത് ലാഭകരമല്ലെന്ന് പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ട കാലമാണ് UDFന്റെ ഭരണകാലം. പൊതുവിദ്യാലയങ്ങളിൽ 5 ലക്ഷം വിദ്യാർത്ഥികൾ കുറഞ്ഞു പോയ കാലമാണ് UDFന്റെ ഭരണകാലം. പരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാത്ത കാലം UDFന്റെ ഭരണകാലമായിരുന്നു. 600 രൂപ മാത്രമായിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കി സാധാരണക്കാരെ ദുരിതത്തിലാഴ്ത്തിയ ഭരണകാലമായിരുന്നു UDFന്റെ ഭരണകാലം. UDFന്റെ കാലത്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമല്ലാതെ അടച്ചുപൂട്ടുന്ന സ്ഥിതി കേരളത്തിലുണ്ടായത്. UDFന്റെ കാലത്താണ് കേരളം ഇരുട്ടിലായിരുന്നത്. 6 മണിക്കൂർ വരെ വൈദ്യുതി ഇല്ലാതിരുന്ന കേരളം UDFന്റെ ഭരണകാലത്തായിരുന്നില്ലേ സാർ? UDFന്റെ കാലത്താണ് കേരളത്തിലെ 9 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്ക് UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയില്ലാതെ വന്നത്. UDFന്റെ കാലത്താണ് പൊതുവിതരണ സംവിധാനമാകെ തകർക്കപ്പെട്ടു പോയത്. UDFന്റെ കാലത്താണ് ഈ കൊടിയ അഴിമതിയുടെ പാലമായ പാലാരിവട്ടം പാലം കെട്ടിപ്പൊക്കിയത്. UDFന്റെ കാലത്താണ് നമ്മുടെ ആരോഗ്യ മേഖല തകർന്നു തരിപ്പണമായി പോയത്. മരുന്നും ഡോക്ടറുമില്ലാത്ത ആരോഗ്യ കേന്ദ്രങ്ങളുള്ള നാടായി കേരളം മാറിയത് UDFന്റെ ഭരണകാലത്താണ്. ഈ തകർച്ചയിൽ നിന്നുമാണ് 2016 കേരളം ഉയർന്നത്. LDF അധികാരത്തിൽ വന്നു. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അന്ധകാരത്തിന്റെ ഇരുൾ വീണ ഇടനാടികളിലേക്ക് ഉദിച്ചുയർന്ന സൂര്യ തേജസ്സായി സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ കേരളം മാറിയത്? കേരളം മാറി, സർവ്വതലത്തിലും മാറ്റമുണ്ടായി. കേരളം വികസനത്തിന്റെ പാതയിലേക്ക് ഉയർന്നു. അങ്ങനെ ആ കാലയളവിൽ നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഈ കേരളത്തിന്റെ മണ്ണിൽ സമസ്ത മേഖലയിലും വികസനം ഉണ്ടായി. LDFന്റെ കാലത്ത് ഏറ്റവും നല്ല നിലയിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മാറി. UDFന്റെ കാലത്ത് അടച്ചുപൂട്ടപ്പെട്ട പൊതുവിദ്യാലയങ്ങൾ തുറന്നു പ്രവർത്തിച്ചത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. LDFന്റെ കാലത്ത് 6 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന സ്ഥിതിയുണ്ടായി. LDFന്റെ കാലത്താണ് 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറിയത്. പിണറായിയുടെ കാലത്താണ് നമ്മുടെ 141 സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. LDFന്റെ കാലത്താണ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഓപ്പൺ സർവകലാശാല ആരംഭിച്ചത്. LDFന്റെ കാലത്താണ് കുടിശ്ശിക തീർത്ത് 600-ൽ നിന്നും ഘട്ടം ഘട്ടമായി 1600-ലേക്ക് ക്ഷേമ പെൻഷൻ ഉയർത്തിയത്. സഖാവ് പിണറായി വിജയൻ കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ ശക്തിപ്പെട്ടത്. 82 വിൽപ്പനശാലകൾ, 47 മാവേലി സ്റ്റോറുകൾ, 15 സൂപ്പർ മാർക്കറ്റുകൾ അധികമായി ആരംഭിച്ചത് സഖാവ് പിണറായി വിജയന്റെ കാലത്താണ് എന്ന് നാം കാണേണ്ടതുണ്ട്. പിണറായിയുടെ കാലത്തല്ലേ സാർ ആർദ്രം പദ്ധതിയിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല മാറിയത്? വലിയ വികസന ചരിത്രം സൃഷ്ടിക്കാൻ ആരോഗ്യരംഗത്ത് നമുക്ക് സാധ്യമായത് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തല്ലേ? ഈ LDFന്റെ കാലത്താണ് 2.5 ലക്ഷത്തിലധികം വീടുകൾ ലൈഫ് മിഷൻ പദ്ധതി നിർമ്മിച്ചു നൽകാൻ വേണ്ടി തയ്യാറായത്. പിണറായിയുടെ കാലത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം ഉണ്ടായി. പവർ കട്ടില്ലാത്ത, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കിയത് LDFന്റെ കാലത്താണ്. പിണറായിയുടെ കാലത്താണ് 15 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ലാഭകരമായി മാറ്റിയിട്ടുള്ളത്. സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ എത്രയധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയാണ് സാർ. എത്രയോ അധികം വരുന്ന വൻകിട പദ്ധതികൾ കേരളത്തിലുണ്ടായി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, ഇടമൺ കൊച്ചി പവർ ലൈൻ, കൊച്ചി മെട്രോ റെയിൽ, കേഫോൺ പദ്ധതി, ദേശീയ ജലപാത വികസനം, ദേശീയ പാത വികസനം,
ട്രാൻസ്ഗ്രിഡ്, മലയോര ഹൈവേ, തീരദേശ ഹൈവേ തുടങ്ങി ഒട്ടനവധി വൻകിട പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഈ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്താണ്. ഇവിടെ സംഘപരിവാരത്തെ കുറിച്ച് പറയുന്നു. ഈ നിയമസഭയിൽ പ്രതിപക്ഷം പല ഘട്ടങ്ങളിലായി അവരുടെ പ്രസംഗങ്ങളിൽ സംഘപരിവാരത്തെ എതിർക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നിസ്സംശയം ഈ കേരളത്തിലെ ജനങ്ങൾ പറയുന്നു സംഘപരിവാരത്തെ എതിർക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് എന്ന്. നിങ്ങൾ നോക്കൂ, RSSനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷമല്ലേ? RSS സംഘപരിവാര ശക്തികൾക്കെതിരായി ശരിയായ രാഷ്ട്രീയ നയം സ്വീകരിക്കുന്നത് ഇടതുപക്ഷമല്ലേ? ഇവിടെ എത്രയോ അധികം വരുന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ കാലയളവിൽ ഒരു സർക്കാർ സമരമായി മാറുന്ന നാം കണ്ടു. സർക്കാർ സമരമാവുക, നിങ്ങൾ നോക്കൂ, പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്ന കാലത്ത് സർക്കാർ സമരമായി മാറി. രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ സർക്കാർ സന്നദ്ധമായി മുന്നോട്ട് വന്നു. ഇവിടെ ഈ കഴിഞ്ഞ കാലയളവിൽ ഏറ്റവും പ്രധാനമായും കാശ്മീർ വെട്ടിപ്പിളർന്ന ഘട്ടത്തിൽ കാശ്മീരിനകത്ത് വലിയ രൂപത്തിലേക്ക് ജനങ്ങളെ വിഘടിപ്പിക്കുന്ന കാലത്ത് ഈ കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഒരു സമരമായി മാറി ഈ രാജ്യത്തിന് വേണ്ടി നിലയുറപ്പിച്ചു. ഇവിടെ നിരവധി പ്രശ്നങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ഈ രാജ്യത്തിന്റെ സ്ഥിതിയെ മോശമാക്കിയ നിരവധി പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സാധിച്ചു എന്നതാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കരുത്ത് വർദ്ധിപ്പിക്കാൻ ഒരു കാരണമായി മാറിയത്. രാജ്യത്തെ കർഷകർ നടത്തിയ പ്രക്ഷോഭം, ആ പോരാട്ടത്തിന് പിന്തുണയേകിയത് ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ലക്ഷദ്വീപ് കാവ്യവൽക്കരിക്കുന്ന സംഘപരിവാര അജണ്ടകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷം. നാം കാണണം, RSSനെതിരെ നിവർന്നു നിന്ന് നിലപാട് പറയാൻ കരുത്തുള്ള രാജ്യത്തെ ഒരേ ഒരു ഭരണാധികാരി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ സംഘപരിവാരം ഉൾപ്പെടെ വലിയ രൂപത്തിലേക്കുള്ള തിട്ടൂരങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ആ തിട്ടൂരങ്ങൾക്കെതിരായി നിവർത്തി നിന്ന് രാഷ്ട്രീയം പറഞ്ഞ് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളം മാറുന്നു. സധൈര്യം എല്ലാ കാര്യങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളിൽ ശരിയായ സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്ന അതേ സന്ദർഭത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായൊരു കാര്യമുണ്ട്. കേരളത്തിലുണ്ടായിരുന്ന BJPയുടെ ഒരേ ഒരു സീറ്റ് നിയമമണ്ഡലമായിരുന്നു. ആ നിയമമണ്ഡലം സംബന്ധിച്ച് ഇവിടെ ഫലം പുറത്തു വരുന്ന ഘട്ടത്തിൽ ആ തൊട്ടു തലേ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇവിടെ BJPക്കുള്ള ആ ഒരേ ഒരു സീറ്റ്, ആ സീറ്റ് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞ് പൂട്ടിച്ച് ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച ഭൂരിപക്ഷം നേടി കേരള നിയമസഭയിലേക്ക് കടന്നു വന്ന ചരിത്രം ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ആ നിലയിൽ BJPക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നതിൽ, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഈ കഴിഞ്ഞ തോമസ് ഐസക്കിന്റെ കാലത്ത് അവിടെ ആ ഘട്ടത്തിൽ നാം പ്രാവർത്തികമാക്കിയ ബജറ്റിന്റെ വികസന പദ്ധതികളുടെ എല്ലാം തുടർച്ച തന്നെയാണ് സാർ ഈ ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ഈ ബജറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്ന ഈ ബജറ്റിനെ സർവാത്മക പിന്തുണച്ചുകൊണ്ട്, ഈ ബജറ്റിനെ എല്ലാവിധത്തിലുമുള്ള പിന്തുണയേകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.